അല്ലിക്കുട്ടന്റെ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും എത്തിയിട്ടുണ്ട്. അല്ലിക്കുട്ടൻ ദേ രാവിലെ ചേച്ചിമാരെ വിളിച്ചെഴുന്നേപ്പിക്കുവാണ്. ചേച്ചിമാരെ ഇവിടെ നോക്കിയിട്ട് എഴുന്നേക്കാഞ്ഞിട്ട് ദേ ഇടയ്ക്കൂടെയൊക്കെ ചെന്ന് വിളിക്കാനായിട്ട് തുടങ്ങുവാണ്. അല്ലിക്കുട്ടന്റെ വിളി കേട്ടാ പിന്നെ ചേച്ചിമാർക്ക് എഴുന്നേക്കാതിരിക്കാൻ പറ്റിയല്ല. അല്ലിക്കുട്ടൻ ദേ ചേച്ചിയുടെ മേത്ത് കയറുകയോ ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യുന്നതിനാണ് കാത്തു ചേച്ചി ദേ പുതപ്പൊക്കെ ഇട്ട് മൂടിക്കിടക്കുക. പാറു ചേച്ചിയാണ് ഇപ്പൊ എഴുന്നേറ്റിരിക്കുന്നത്. അല്ലിക്കുട്ടനാണ് ഇനി ഓടി നടന്നാ വിളിക്കുന്നത് കേട്ടോ. ഇവിടെ നോക്കുന്നുണ്ട്, എഴുന്നേക്കുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കട്ടിലയിലോട്ട് കയറാൻ തുടങ്ങും, പിന്നെ അപ്പുറേ ചെല്ലാൻ തുടങ്ങും, പിന്നെ ഓടി ഇപ്പുറത്ത് വരും. അങ്ങനെ അല്ലിക്കുട്ടനാണെങ്കിൽ ആകെപ്പാടെ ബഹളം വെച്ച് നടക്കും കേട്ടോ. ഇവിടുമാരൊന്ന് എഴുന്നേറ്റ് കിട്ടിയിട്ട് വേണം അവന് അവളുമാരുമായിട്ട് കളിക്കാനും വഴക്കുണ്ടാക്കാനും ഒക്കെ. അല്ലിക്കുട്ടനാണതേ ഒരു സമാധാനം ഇല്ല കേട്ടോ. ചേച്ചിമാരിങ്ങനെ കിടന്നുറങ്ങുന്നത് കണ്ടിട്ട് അല്ലിക്കുട്ടൻ ചേച്ചിമാരത്തെ പേടിപ്പിക്കുന്നതൊക്കെ ഉണ്ട്. എഴുന്നേക്കടിയെന്നും പറഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു. ചേച്ചിമാർക്ക് ഇന്ന് അവധിയായത് കൊണ്ട് ചേച്ചിമാര് കുറച്ചു നേരം കിടക്കുവാണ്. എന്നും ഇങ്ങനെയൊക്കെ തന്നെയാ കേട്ടോ അല്ലിക്കുട്ടൻ ചേച്ചിമാരെ വിളിക്കുന്നത്. ഇവന്റെ ബഹളം കാരണം എന്താണേലും അവളുമാർ എഴുന്നേക്കും. ഞാൻ വിളിച്ചാലാ ചേച്ചിമാർക്ക് എഴുന്നേക്കാനായിട്ട് മടി കേട്ടോ. അല്ലിക്കുട്ടനാകുമ്പം ചേച്ചിമാർ എഴുന്നേക്കുന്നത് വരെ കിടന്നുകൊണ്ട് ബഹളം വെക്കും. അപ്പം പിന്നെ ഇവന്റെ ബഹളം കേട്ട് സഹിക്കാൻ പറ്റാതെ എന്തായാലും അവളുമാർ എഴുന്നേറ്റോളും. തറയിൽ നിന്നുള്ള വെളിയൊക്കെ കഴിഞ്ഞതേ അല്ലിക്കുട്ടന്റെ കട്ടിലേക്ക് കയറിത്തെ ചേച്ചിക്ക് ഉമ്മയൊക്കെ കൊടുത്ത് എഴുന്നേപ്പിക്കാൻ നോക്കുക കേട്ടോ. അപ്പൊ ചേച്ചി പറയുന്നുണ്ട്, എടാ നീയും കൂടെ ഇവിടെ കടന്നോ, നമുക്ക് ഇച്ചിരി കഴിഞ്ഞിട്ട് എഴുന്നേക്കാം. അപ്പൊ ചേച്ചിയുടെ കൊടുത്ത് കടന്നോളാനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവൻ ഉറങ്ങിയൊക്കെ കഴിഞ്ഞ് അവന്റെ ഉറക്കമൊക്കെ തീർന്നു. ഇനി അവന് ചേച്ചിമാരെ വിളിച്ച് എഴുന്നേപ്പിക്കണം. ചേച്ചിമാരെ എഴുന്നേറ്റ് വന്നാലല്ലേ ഉള്ളൂ അവന് ഇവിടെ കിടന്ന് തകർക്കാൻ പറ്റുള്ളൂ. കാത്തു ചേച്ചി ഇതേ പൊതച്ചു മൂടി കിടക്കുന്നത് കൊണ്ട് ഇന്നത്തെ പാറു ചേച്ചിനെ ആകട്ടെ എഴുന്നേപ്പിക്കാനായിട്ട് നോക്കുന്നത്. ഞാൻ പിന്നെ കുറച്ചു നേരം ഈ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനെ അടുക്കളയിലോട്ട് പോകുന്നു കേട്ടോ. എനിക്ക് അടുക്കളയെ കുറച്ച് പണിയൊക്കെ ഉണ്ട്. രാവിലെ ആയതുകൊണ്ട് അല്ലിക്കുട്ടന്റെ വീഡിയോ ഒക്കെ എടുത്ത് നടന്ന പണിയൊന്നും നടക്കുകയല്ല. ഞാൻ അടുക്കളയിലോട്ട് പോകുന്ന പുറകെ അല്ലിക്കുട്ടനും പോകുന്നു കേട്ടോ എന്റെ പുറകെ. ഞാൻ അങ്ങോട്ട് പോയാലും അല്ലിക്കുട്ടൻ ആ പുറകെ നടക്കുമല്ലോ. പിന്നെ ചേച്ചിമാരുടെ ഉറക്കം പോയത് പറഞ്ഞാൽ ചേച്ചിമാരും എഴുന്നേറ്റ് വന്നു കേട്ടോ. ഞാൻ ദേ എന്ത് പണി എഴുതാലും ദേ അല്ലിക്കുട്ടൻ എന്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് കേട്ടോ. അടുക്കളയിലാണേലും അതെ, മുറ്റത്താണേലും അതെ, എവിടെയാണേലും അതെ. ഞാൻ എവിടെയുണ്ടോ അവിടെ അല്ലിക്കുട്ടനും ഉണ്ട്. എന്റെ കൂട്ടത്തിൽ ഇരുന്ന് ഞാൻ ഇച്ചിരി കായ അരിയുമായിരുന്നു. അതെ അല്ലിക്കുട്ടൻ അവിടെ മര്യാദക്ക് ഇരുന്നതാ. അപ്പോഴത്തേക്കിനതേ ആ പൂച്ച വന്നു കേട്ടോ. പൂച്ച വന്നപ്പോഴത്തേക്കിന് പൂച്ചയുടെ ഒച്ച കേട്ടാ അവൻ അവിടുന്ന് എഴുന്നേറ്റ് നിൽക്കുന്നതേ. നമ്മുടെ പൂച്ചക്കുട്ടന്റെ പ്രധാന ഹോബി എന്നാന്ന് വെച്ചെന്നാൽ ഞങ്ങളുടെയൊക്കെ കാലേ കയറുക എന്നുള്ളതാ കേട്ടോ. ഞങ്ങൾ എവിടെ നിന്നാലും ഞങ്ങളുടെ കാലയിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കും കേട്ടോ. ഇപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെയും വെളിച്ചാടെ ഒഴിച്ച് ബാക്കി ഞങ്ങളുടെ എല്ലാവരുടെയും അച്ഛൻ വെളിയിലോട്ട് ഇറങ്ങിയാലും അതെ, ആര് വെളിയിലോട്ട് ഇറങ്ങിയാലും അതെ, അപ്പോഴേ അവനിങ്ങനെ കാലയിൽ ഇങ്ങനെ ചുറ്റി ചുറ്റി നിൽക്കും കേട്ടോ. അല്ലിക്കുട്ടനത് അത് അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ചേച്ചിയുടെ കാലയിലൊക്കെ കയറുന്നത്. പിന്നത്തെ ചേച്ചി അകത്തേക്ക് കയറി പോന്നു. അല്ലിക്കുട്ടൻ ഒച്ച വച്ചപ്പോഴത്തേക്കിന് ചേച്ചി അകത്തേക്ക് കയറി പോന്നു, അവനെ കരയിക്കണ്ടല്ലോ എന്ന് ഓർത്തോണ്ട്. പൂച്ചക്കുട്ടൻ ഇങ്ങനെ മര്യാദയ്ക്ക് വന്ന് ഇവിടെ വന്ന് കടക്കുകയോ ഇരിക്കുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ അല്ലിക്കുട്ടന് വലിയ പ്രശ്നമില്ല കേട്ടോ. ഞങ്ങളുടെയൊക്കെ കാലേ കയറി ഞങ്ങളെയൊക്കെ സ്നേഹിക്കാൻ തുടങ്ങുന്നത് അല്ലിക്കുട്ടന് ഇഷ്ടമില്ലാത്തത് കേട്ടോ. അപ്പോഴാവും പേടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നത്തെ കാത്തു ചേച്ചി ഇന്നലെ സ്കൂൾ വിട്ട് വന്നപ്പോഴത്തേക്കിന് അല്ലിക്കുട്ടനുമായിട്ട് മുറ്റത്തോടെ കുറച്ചു നേരം നടക്കുമായിരുന്നേ. അപ്പത്തേ ഒരുത്തം വന്ന് കിടക്കുന്ന കണ്ടോ. അല്ലിക്കുട്ടന്റെ നോട്ടം ഒരുപ്പം കണ്ടോ. അല്ലിക്കുട്ടനാണെ അവൻ എപ്പോഴും കണ്ടോണ്ടും ഇരിക്കണം. എന്നാ ഞങ്ങളുടെ ആരുടെയും കാലെ കയറുന്നതോ ഞങ്ങളെ സ്നേഹിക്കുന്നതോട്ട് ഇഷ്ടവും ഇല്ലതാനും. എപ്പോഴും കണ്ടോണ്ടിരിക്കണം. അവൻ പോവുകയാണെ കിടന്ന് ബഹളവും വെക്കും. പിന്നത്തെ പൂച്ചതേ കാത്തു ചേച്ചിയുടെ കാലയിലോട്ട് കയറാനായിട്ട് വന്നപ്പോഴത്തേക്കിനതേ കാത്തു ചേച്ചി അല്ലിക്കുട്ടനെ എടുത്ത് പിടിച്ചോണ്ടിരിക്കുക കേട്ടോ. ഇനി പൂച്ചയെങ്ങാനും വല്ല അടിയും കൊടുത്തെങ്കിൽ എന്റെ അല്ലിക്കുട്ടന്റെ കണ്ണെങ്ങാനും പോയെങ്കിലോ എന്നും പറഞ്ഞോണ്ടാ കാത്തു ചേച്ചി അവനെ പിടിച്ചു വെച്ചോണ്ടിരിക്കുന്നത് കേട്ടോ. പൂച്ചക്കുട്ടനാണെങ്കിൽ ഇങ്ങനെ കാലേ കയറി മതിയാകുന്നില്ല. എത്ര നേരം വേണേലും അവൻ ഇങ്ങനെ കേട്ടോ. കാത്തു ചേച്ചിക്കിട്ടൊക്കെ നോക്കുവാണേ. അവനും ആരും ഇല്ലല്ലോ കളിക്കാനൊന്നും കൂട്ട്. അതുകൊണ്ട് അവരിപ്പം ഞങ്ങളുടെ ഈ മുറ്റത്തൂടെയൊക്കെ ഇനി ചുറ്റിപ്പറ്റിയുള്ള നടപ്പാ എപ്പോഴും. രാത്രിയിലൊക്കെ ഞങ്ങളുടെ പോർച്ചിലാ കേട്ടോ കിടക്കുകയൊക്കെ ചെയ്യുന്നത്. ഞങ്ങള് മുറ്റത്തോട്ടൊക്കെ ഇറങ്ങുവാണെങ്കിൽ അപ്പോഴേ ഓടി വരും. രാവിലെ അതുപോലെ തന്നെ അല്ലിക്കുട്ടനെ ഇച്ചിച്ച് മുള്ളിക്കാനൊക്കെ ഞാൻ വാതിൽ തുറക്കുമ്പോഴേ അവൻ ഇവിടെ സിറ്റൗട്ടിലുണ്ട്. ഞങ്ങളുടെ വർത്താനം പറയുന്ന ഒച്ച കേൾക്കുമ്പോഴേ അവൻ കിടക്കുന്നിടത്ത് എഴുന്നേറ്റ് വന്ന് സിറ്റൗട്ടിൽ വന്നിരിക്കുവേ. ഇന്നത്തെ പൂച്ച എവിടെ പോയാലും അല്ലിക്കുട്ടിനും ആ പുറകെ പോണം കേട്ടോ. അവനെ കാണാനായിട്ട് പോകുന്നു. എന്നിട്ട് ചേച്ചിമാരെ വലിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും. എന്നിട്ട് അവിടെ പോയിന്ന് നോക്കിയിരിക്കുവാണേ. ഇടയ്ക്ക് പേടിപ്പീരും ഉണ്ട്. പിന്നെ കുറച്ചു നേരം ഇങ്ങനെ നോക്കിയിരിക്കാനാ അവന് ഇഷ്ടം. കുറെ നേരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കും. അത് കഴിയുമ്പോഴത്തേക്കിനും അവനെ ഇട്ട് പേടിപ്പിക്കും. പിന്നെ അവനെ ഇട്ട് ഓടിക്കും. അങ്ങനെയൊക്കെയാണ്. അവൻ ഇവിടുന്ന് വേറെ വല്ലയിടത്തേക്കും പോയി ഇരുന്നാ പിന്നെ ചേച്ചീനെ വലിച്ചുകൊണ്ട് അവൻ അങ്ങോട്ട് പോകും. പിന്നത്തെ മര്യാദയ്ക്ക് അവിടെ കടന്നവനെ അല്ലിക്കുട്ടൻ പേടിപ്പിച്ച് ഓടിക്കുവാണേ കണ്ടോ. പേടിപ്പിച്ച് ഓടിച്ചിട്ട് ഇനി അവന്റെ പുറകെ ഇവിടെ പോയി നിൽക്കും കണ്ടോ. ഇനി കുറച്ചു നേരം ഇവിടെ നിന്ന് അവനെ കാണും. അവൻ എന്നാ ഒരു വട്ടനാണോ ഈ അല്ലിക്കുട്ടൻ.
പിന്നത്തെ കുറെ നേരം അവനെ അവിടെ നിന്ന് നോക്കുക. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ നേരം അവിടെ നിന്ന് നോട്ടം കഴിഞ്ഞേച്ച് അവനെ അവിടുന്ന് ഓടിക്കും. അവനത്തെ അവിടുന്ന് ഓടിച്ചതേ കാറിന്റെ അടിയിൽ കയറ്റി കേട്ടോ. ഇന്നത്തെ ഇവിടുന്ന് ചേച്ചീനെ വലിച്ചോണ്ട് തവള ചാടുന്ന പോലെ ചാടിച്ചാടിത്തെ പോയി അവിടെ പോയി ഇനി കുറെ നേരം നോക്കി നിൽക്കും. ചേച്ചിയും തേം കുഞ്ഞിരുന്ന് നോക്കുന്നുണ്ട് അവൻ എന്ത് ചെയ്യുന്നു. ഇതൊക്കെയാണ് നമ്മുടെ അല്ലിക്കുട്ടന്റെ കുസൃതി തരങ്ങൾ. ഇതൊക്കെയാണ് അല്ലിക്കുട്ടനെ കുറിച്ച് പറയാനുള്ള വിശേഷങ്ങൾ കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ഇവക്ക് തന്നെ അതിന്റെ വട്ടാ ഇതൊക്കെ പറയാൻ ഓർക്കുന്നുണ്ടോ? അപ്പൊ ഇന്നത്തെ വിശേഷം ഇവിടെ നിർത്തുവാണ്. ഇനി നാളത്തെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നാളെ വരാവേ.